ഹായ് ഡിയേഴ്സ്, അർച്ചന ചേച്ചി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്ര ആ വിവരം അറിയുന്നുണ്ട്. നമ്മുടെ അച്ചു പോലീസ് ആവാനായിട്ട് ആ SI ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് വന്ന ആ ലെറ്ററിൻ്റെ കാര്യം നമ്മുടെ സത്യം ചന്ദ്രയെ അറിയിക്കുന്നുണ്ട്. ഇത് കേട്ട പാടെ തന്നെ ചന്ദ്രയ്ക്ക് കലി കയറുന്നുണ്ട്. ആ അമ്പാട്ട് വീട്ടിലുള്ളവർ ഉയർച്ചയിലേക്ക് എത്തുകയാണല്ലോ, അത് മുളയിലേ നുള്ളണം എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ആ അച്ചു ആ ട്രെയിനിങ്ങിന് പോകാൻ പാടില്ല. അവനെ ഏതെങ്കിലും ഒരു കേസിൽ പെടുത്തി അവനെ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് FIR ഫയൽ ചെയ്ത് അവനൊരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പിലേക്ക് അവൻ പോകണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടെത്തിക്കോളാം എന്ന് സത്യം പറയുന്നുണ്ട്. ആ അർച്ചന അവൾ LLB പാസ്സായിട്ടല്ലേ ഉള്ളൂ. അവൾക്ക് ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ജയം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവളുടെ അനിയൻ ജയിലിൽ കിടക്കുമ്പോൾ അവൾക്ക് ഒരു രീതിയിലും ജാമ്യത്തിൽ പോലും അവനെ ഇറക്കാൻ പറ്റരുത്. അങ്ങനെയുള്ള കേസിലായിരിക്കണം ആ അച്ചുവിനെ കൊണ്ട് എത്തിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അച്ചുവിനെയും രുക്കുവിനെയും കാണിക്കുന്നുണ്ട്. രുക്കുവിനോട് ആ വിവരം പറയാനായിട്ടാണ് അച്ചു വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ ഭയങ്കര ഗമയിൽ നിൽക്കുന്നുണ്ട് അച്ചു. എന്താടാ തനിക്കൊരു ഗമ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ സംസ്ഥാനത്ത് SI ആവാൻ പോകുന്ന എനിക്ക് പിന്നെ ഗമയില്ലാതിരിക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. അതിനെ നിനക്ക് SI ടെസ്റ്റ് പാസ്സായിട്ടല്ലേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. SI ടെസ്റ്റ് പാസ്സായത് മാത്രമല്ല മോളെ, എന്നെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതെയോ, ശരിയാണോ എന്നൊക്കെ ചോദിച്ച് ഒരുപാട് സന്തോഷത്തോടെ രുക്കു ചോദിക്കുന്നുണ്ട്. അതെ, എന്തായാലും എൻ്റെ പ്രാർത്ഥന സഫലമായി എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഏറ്റവും വലിയ അംബീഷനായിരുന്നു ഒരു SI ആവുക എന്നുള്ളത്. അതിവിടെ നിറവേറാൻ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ ഇനി നമുക്ക് നമ്മുടെ കല്യാണത്തിൻ്റെ കാര്യം ആലോചിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെയോ? നീയല്ലേ പറഞ്ഞു ജോലി കിട്ടിയിട്ട് കല്യാണം ആവാമെന്ന് പറഞ്ഞതേ എന്ന് പറയുന്നുണ്ട്. നീ എന്താ ഒരു ചായ കുടിക്കുന്ന ലാഘവത്തോടെ ഈ കാര്യം പറയുന്നത്? അതിന് എന്തുമാത്രം റിസ്ക് ഉണ്ടെന്ന് നീ ആലോചിച്ചിട്ടില്ലെന്ന് ചോദിക്കുന്നത്. എനിക്ക് ഇനിയിപ്പോൾ അതൊന്നും അറിയണ്ട. എനിക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിലുള്ള കല്യാണം കഴിയണം. അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നുണ്ട്. നീ ഒന്നും കൂടെ സമാധാനിക്ക്, ഒന്ന് വെയിറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ആ സത്യൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട് ദേഷ്യത്തോടെ വരുന്നുണ്ട്. ആ സമയത്ത് രുക്കു ആ വരവ് കാണുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ അച്ഛനോടുള്ള സമീപനം മാറ്റുന്നുണ്ട്. എന്താടാ നീ എന്നെ വഴിതടഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണോ? എൻ്റെ ഏട്ടനെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരം മാറ്റുന്നുണ്ട്. അങ്ങനെ അച്ഛൻ അത് പിടികിട്ടാതെ എന്താടി നീ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. എടാ, ബാക്കിൽ സത്യേട്ടനുണ്ട്, അഭിനയിച്ചോ എന്ന് പറയുന്നുണ്ട്. എങ്കിൽ ശരിയെന്ന് പറഞ്ഞ് അച്ഛൻ പറയുന്നുണ്ട്. എടി, നിൻ്റെ ഏട്ടൻ ആരാ? വലിയ കൊല കൊമ്പനാണോ? ഒരു അഡ്വക്കേറ്റ് തന്നെയല്ലേ? അയാൾക്ക് എന്താ കൊമ്പുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചൊടിപ്പിക്കുന്ന രീതിയിൽ വർത്തമാനം പറയുന്നുണ്ട്. എന്താ മോളെ, എന്താ അവിടെ പ്രശ്നം? ഇവൻ എന്താ നിങ്ങൾ തമ്മിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടാ, വെറുതെ ഇവൻ ഓരോ പ്രശ്നത്തിന് വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇടപെടണമെന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ട, ഞാൻ കണക്കിന് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഏട്ടൻ ഇടപെടുമെന്ന് വേണ്ടെന്ന് പറയുന്നുണ്ട്. അതിന് സത്യന് ദേഷ്യം വന്ന് പറയുന്നുണ്ട്. എടാ, നീ SI ടെസ്റ്റ് പാസ്സായി എന്ന് പറഞ്ഞ് ഒരുപാട് അഹങ്കരിക്കാനും നിൽക്കണ്ട. നീ ആയിട്ടൊന്നുമില്ലല്ലോ, SI ആയിട്ടൊന്നുമില്ലല്ലോ, അതിനുള്ള പടികളൊക്കെ ഇനിയും ഉണ്ട്, അതൊന്നും നീ കടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, അത് ഞാൻ നോക്കിക്കോളാം, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി എന്നുള്ള രീതിയിൽ അച്ചു തിരിച്ച് പറയുന്നുണ്ട്. വേടാ, നീ എൻ്റെ അടുത്ത് വഴക്കിന് വാടാ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അച്ചു സ്വയം അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നുണ്ട്. വേണ്ട ഏട്ടാ, വിട്ടേക്ക്, അവൻ ചീള് കേസ് എന്നൊക്കെ പറഞ്ഞ് രുക്കു അവിടെ നിന്ന് സത്യനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോള് നമ്മുടെ അർച്ചനയ്ക്ക് ഭക്ഷണമായിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അങ്ങനെ ചിന്നുവിനെ കണ്ട് നമ്മുടെ അർച്ചന വക്കീലിൻ്റെ കൂടെയുള്ളവരൊക്കെ സന്തോഷിക്കുന്നുണ്ട്. മോള് ഭക്ഷണമായി എത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. മോള് നീ എന്താ സർപ്രൈസായിട്ട് വന്നിക്കുകയാണെന്ന് പറയുന്നുണ്ട്. തിരക്കുള്ള വക്കീലല്ലേ, അപ്പോൾ കുറച്ച് സർപ്രൈസൊക്കെ തരാമെന്ന് കരുതിയെന്ന് പറയുന്നുണ്ട്. അമ്മ ഇപ്പോൾ ചോറ് കഴിക്കണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല മോളെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ അർച്ചന വക്കീലിനൊരു പരിപാടി അറേഞ്ച് ചെയ്യാനായിട്ട് അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗംഭീര സ്വീകരണവും അതുപോലെ തന്നെ പാർട്ടിയൊക്കെ നടത്താനായിട്ടുള്ള ഒരു പ്ലാനിങ് അവിടെ നടക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ചിന്നു ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഇതുവരെ വന്നു, അച്ഛനെയും കൂടെ ഒന്ന് കണ്ടാലോ എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അങ്ങനെ അർച്ചനോട് പറയുന്നുണ്ട്. അമ്മ, ഞാൻ ഇവിടേക്ക് ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ശരി, നീ പൊയ്ക്കോ മോളെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിന്നു പുറത്തിറങ്ങി നിൽക്കുന്ന സമയത്ത് നമ്മുടെ വിജയശങ്കറിൻ്റെ ക്ലർക്ക് വരുന്നുണ്ട്. മോളെ, നീ വിജയശങ്കറിൻ്റെ മോളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ വിജയശങ്കറിൻ്റെ ക്ലർക്കാണെന്ന് പറയുന്നുണ്ട്. മോൾക്ക് അച്ഛനെ കാണേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛനെ കാണണം എന്നൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. എങ്കിൽ വാ, ഞാൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞ് വിജയശങ്കറിൻ്റെ അടുത്തേക്ക് ചിന്നുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ സാറേ, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിക്കയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിന്നുവിനെ കണ്ട് ചിന്നുമോളെ എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടു കൂടി അവളെ സ്വീകരിക്കുന്നുണ്ട്. അച്ഛാ, ഞാനിവിടെ അമ്മയ്ക്ക് ചോറ് കൊടുക്കാനായിട്ട് വന്നത്, അപ്പോൾ കരുതി അച്ഛനെയും കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയെന്ന് പറയുന്നുണ്ട്. മോളെ, എൻ്റെ ഒരു ആഗ്രഹം പറഞ്ഞോട്ടെ,
അപ്പോൾ നിനക്ക് അമ്മയ്ക്ക് ചോറ് കൊണ്ടുവരുമ്പോൾ അച്ഛനും കൂടി ഒരു നേരത്തെ ഭക്ഷണം കൊണ്ടുവരായിരുന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചിന്നു അത് കേട്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അച്ഛാ ഞാനത് ആലോചിച്ചില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹം മോളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മോളുടെ കൈ കൊണ്ട് ഒരു പിടി ചോറ് കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് സെൻറ്റിമെൻറ്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അച്ഛാ എനിക്കും ആഗ്രഹമാണ് അച്ഛനും അമ്മയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം, അതിൻ്റെ കൂടെ ഞാനിരുന്ന് കഴിക്കണം എന്നൊക്കെ. പക്ഷെ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. മോളെ സാഹചര്യങ്ങളും അവസ്ഥകളൊക്കെ അങ്ങനെയാണ്, എന്തായാലും മോള് സങ്കടപ്പെടണ്ട, അതിനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ അർച്ചന വക്കീൽ അങ്ങോട്ട് കയറി വരുന്നത്. ഇതായിരുന്നു ഇവിടുത്തെ പരിപാടി എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിന് ചിന്നു പറയുന്നുണ്ട്, അയ്യോ അമ്മേ, ഞാൻ അച്ഛനെ കാണാനായിട്ട് വന്നതൊന്നുമല്ല, ഞാൻ പുറത്ത് നിൽക്കുമ്പോൾ അച്ഛൻ്റെ ക്ലർക്ക് വന്ന് വിളിച്ചതാണെന്ന് പറയുന്നുണ്ട്. അതാണ് മകളെ വലിച്ച് കൊണ്ടുവരാൻ പറഞ്ഞാണല്ലേ എന്ന് പറഞ്ഞ് ചിന്നു നീ അങ്ങോട്ടേക്ക് പോ, ഞാൻ വരാം, നീ ഇവിടെ നിൽക്കണ്ടെന്ന് പറയുന്നുണ്ട്. അമ്മേ അത് എന്നൊക്കെ പറയുന്നുണ്ട്. നിന്നോട് പോകാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് ചിന്നുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ വിജയശങ്കറിനോട് അർച്ചന ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറയും. എന്തുദ്ദേശം? അവൾ എന്നെ കാണാൻ വന്നു, അത് എൻ്റെ മകളാണെന്ന് പറയുന്നത്. നിങ്ങളുടെ മകളോ? അതിനുള്ള എന്ത് അവകാശം നിങ്ങൾക്കുള്ളത് മകളാണെന്ന് പറയാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അവളുടെ അച്ഛൻ ഞാനായതുകൊണ്ട് ഞാനത് പറയുമെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ ഈ കാണിച്ചു കൂട്ടുന്ന ഈ ഒരു സ്നേഹപ്രകടനമൊക്കെ ഉണ്ടല്ലോ, അത് എന്തിനുള്ള ഉദ്ദേശമാണെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് നീയാണോ തീരുമാനിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വിജയശങ്കർ. അത് ഞാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്, അവളുടെ അമ്മ ഞാനാണ്, അവൾ ഇത്രയും കാലം വളർത്തി വലുതാക്കിയത് ഞാനാണെന്നൊക്കെ പറയുന്നുണ്ട്. നീ ഇപ്പോൾ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നല്ല സംസാരിക്കുന്നത്, അവളെ അത്യാവശ്യം പക്വതയുള്ള കുട്ടിയാണ്, അവൾക്ക് അവളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളും അവളുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ എനിക്കും അറിയാം, പക്ഷെ നിങ്ങൾ ഇനി അതിൽ കൈ കടത്താൻ വരണ്ട എന്ന് വിജയശങ്കറിനോട് പറയുന്നുണ്ട്. വീണ്ടും നമ്മുടെ വിജയശങ്കറിന് അർച്ചന താക്കീത് കൊടുക്കുന്നില്ല. ഇനി അവളോട് ഈ ഒരു രീതിയിൽ സംസാരിക്കാനും പെരുമാറാൻ നിങ്ങൾ നിൽക്കരുത്. നിങ്ങൾ എന്തായാലും അവളെ എൻ്റെ അടുത്ത് നിന്ന് പറിച്ചു നടാനായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം, അതൊരിക്കലും ഇവിടെ നടക്കാൻ പോകുന്നില്ല, അതിന് ഞാൻ സമ്മതിച്ചില്ല എന്നൊക്കെ അർച്ചന മുഖത്തടിച്ച പോലെ തന്നെ വിജയശങ്കറിനോട് പറയുന്നുണ്ട്. എങ്കിൽ കാണാൻ വേണ്ടി എന്നുള്ള രീതിയിൽ വിജയശങ്കറും അർച്ചനയോട് പറയുന്നുണ്ട്. പിന്നീട് ഈ സമയത്ത് നമ്മുടെ മഞ്ജു രമ്യയെ മാക്സിമം ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട്. എടി നീ ഇങ്ങനെ വീട്ടിലത്തെ ജോലിയും ചെയ്തിരുന്നിട്ട് ഒരു കാര്യമില്ല, അർച്ചനയുണ്ടല്ലോ അവൾ ഭയങ്കര സ്വാർത്ഥതയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നമ്മുടെ രമ്യയോട് പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. നീയേ ടീച്ചർ കോഴ്സ് പാസ്സായതല്ലേ, നീ എന്താ ജോലിക്ക് പോകാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് മുകുന്ദേട്ടന് ഇഷ്ടമല്ല എന്ന് പറയാം. മുകുന്ദേട്ടന് ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, അത് അർച്ചനയ്ക്ക് ഇഷ്ടമല്ല, അതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ചേച്ചി ഫാഷൻ ഡിസൈനിങ് പാസ്സായതല്ലേ, അപ്പോൾ ചേച്ചിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിലിരുന്നും ചെയ്യാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിലിരുന്നൊന്നും അത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ പുറത്ത് ടൗണിൽ പോയിരുന്ന് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ചേച്ചിക്ക് അത് ചെയ്തൂടെ, അതിന് അർച്ചന ചേച്ചി അതിന് തടസ്സമൊന്നുമല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. എൻ്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞാൽ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചേച്ചി അവളെ ആദ്യം ഇവിടെ കൊണ്ടുവന്ന് നിർത്തി, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ രമ്യ പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മഞ്ജു പറയുന്ന ഒരു കാര്യങ്ങളും രമ്യ അത് വകവെക്കുന്നില്ല. എനിക്ക് അർച്ചന ചേച്ചിയോട് അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമില്ല, ചേച്ചിക്ക് എല്ലാവരോടും സ്നേഹവും കരുതലും വാത്സല്യമേ ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നുണ്ട്. ഇതൊരു പൊട്ടത്തി, ഇവളോട് ഒന്നും പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ മഞ്ജുവും ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ അർച്ചനയെ കാത്ത് വലിയൊരു അപകടം മണത്തുന്നുണ്ട്. അർച്ചന കടയിൽ സാധനം വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേര് നമ്മുടെ അർച്ചനയെ അപായപ്പെടുത്താനായിട്ട് സ്കൂട്ടറിൽ വരുന്ന അർച്ചനയെ വഴിതടഞ്ഞ് ഒരു കമ്പി വലയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നടു റോട്ടിൽ ആ കമ്പി തടഞ്ഞ് അർച്ചന വീണ് അപകടപ്പെടുന്ന രീതിയിലേക്ക് രണ്ടാൾക്കാർ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന ഇതൊന്നും അറിയാതെ സ്കൂട്ടർ ഓടിച്ച് വരുന്നുണ്ട്. ഇവരാണെന്നുണ്ടെങ്കിൽ ഒരു റോഡിൻ്റെ ഇരുവശത്തും നിന്ന് ആ കമ്പി വലിച്ചു പിടിച്ച് നമ്മുടെ അർച്ചനയെ വീഴ്ത്താനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ അർച്ചന ആ ഒരു അപകടത്തിൽ പെടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാണാം.